നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തൊക്കെയായാലും സാറും കുടുംബവും കല്യാണത്തിന് വരണം. 27-ാം തീയതിയാ കല്യാണം. ഇനി 2 ദിവസം കൂടിയുള്ളൂ. 27-ാം തീയതി പാർട്ടി ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് അച്ഛാ. ശരിയാ. ഈ നിർണയ ക്യാമ്പ് ഈ കല്യാണത്തിൽ പങ്കെടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് കണ്ടെത്തുന്ന ക്യാമ്പിൽ പോകുന്നതാ. ക്യാമ്പ് കഴിഞ്ഞ് സമയം കിട്ടുകയാണെങ്കിൽ കല്യാണത്തിൽ പങ്കെടുക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. എന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ. ഈ ക്ഷണിക്കാതെ വന്നവര് അനുവാദം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പോകാം. ശരി. അവരെ ഇത്രയ്ക്ക് അപമാനിക്കേണ്ടിയിരുന്നില്ല അച്ഛാ. എന്തു പറഞ്ഞാലും നമ്മുടെ ഹരിത ഇവിടെ ഈ ആണായി പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അനുജനെ പോലെ ആണത്വവും വേണം. എന്റെ പൊന്നു സുമലതേ, നീ ഇവനെ തന്നതിന് പകരം ഒരു ചാപിള്ളയെ തന്നാ മതിയായിരുന്നു. കഷ്ടം. ഇങ്ങോട്ട് മാധവേട്ട, മാധവേട്ടന് സങ്കടായില്ലേ? ഇത്രത്തോളം അപമാനവും താറടിക്കലും ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാം പോട്ടെ, ഒരു ഭിക്ഷക്കാരുടെ വില പോലും നമുക്കില്ല മാധവേട്ട. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? പോട്ടെ ചന്ദ്രികെ, നമ്മളെപ്പോലെ അവരുടെ മോളുടെ കാര്യത്തില് അവർക്കും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും. എല്ലാം ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ മോൻ തട്ടിത്തെറിപ്പിച്ചില്ലേ? അതിന്റെ ദേഷ്യം തീർത്തതാണെന്ന് കൂട്ടിയാൽ മതി. പ്രായം കിടന്നിട്ടും വിവാഹം നടക്കാത്തതിന്റെ വേദന ഒരുപാട് സഹിച്ചവളല്ലേ വന്ദന. അവളുടെ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോ ഇതൊക്കെ ഒരു ദുരനുഭവമാണോ? നീ വാ. ഇനി ഈ കല്യാണം വിളിക്കാൻ എങ്ങോട്ടാ പോകേണ്ടത്? സുചിത്രയുടെ അമ്മയെ ക്ഷണിക്കണമെന്ന് അവള് കൂടെ കൂടെ ഓർമ്മിപ്പിക്കാറില്ലേ? അതിനെന്താ? സുചിത്രമോളുടെ അമ്മയെ നേരിട്ട് പോയി ക്ഷണിക്കണമെന്ന് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിരുന്ന കാര്യമല്ലേ? അത് അവൾക്ക് അറിയില്ലല്ലോ മാധവേട്ട. അവരിപ്പോ വീട്ടിലുണ്ടോന്നറിയില്ല. ഫോൺ ചെയ്ത് നോക്കാം. ആദ്യം എന്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് കല്യാണം പറയാം, എന്നിട്ട് സുചിത്രയുടെ അമ്മയെ പോയി കാണാം. എന്താ? അത് മതി. അതിനു മുമ്പ് സുചിത്രമോളുടെ അമ്മ എവിടെയുണ്ടെന്ന് നീ ഒന്ന് അന്വേഷിച്ചു വെച്ചാൽ മതി. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.